ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്നല്ലേ? മൈസൂർക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ കൂർഗിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ബസ്സിലാണ് പോയത്. ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഞങ്ങളുടെ ടീച്ചറും മാഷും കുട്ടികളും പാരൻസും എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഒരു ട്രിപ്പാണ് പോയത്. സ്കൂൾ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അതേ വൈബിൽ ഇതുപോലൊരു യാത്ര പോകുന്നത്. അടിപൊളിയായിരുന്നു. ബസ്സും അതിലെ ലൈറ്റും പാട്ടും ഒക്കെ കൂടിയായിട്ട് വേറൊരു ലോകത്തെത്തിയ പോലെയാണ് തോന്നിയത്. കുട്ടികളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യണ്ടായിരുന്നു. മാഷും കുട്ടികളൊക്കെ രാത്രി മൊത്തം ഭയങ്കര ഡാൻസായിരുന്നു, ലൈറ്റും ഒക്കെ ആയിട്ട്. നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച ഒരു ട്രിപ്പായിരുന്നു ഇത്. പ്രായമൊക്കെ എത്രയായി എന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളിലാണ് അതൊക്കെ പുറത്തു വരിക. നമ്മൾ വെളുപ്പാങ്കാലം ആയപ്പോഴേക്കും ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ബന്ദിപ്പൂർ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ നേരത്തെ തന്നെയാണ് എത്തിയത്. ആദ്യം വണ്ടി പോകുമ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നേരത്തെ വന്നിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ മുമ്പേ നമ്മൾ എത്തിയിട്ടാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കണം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 6 മണിയോട് കൂടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോഴേക്കും ഒരുപാട് വണ്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബാക്കിലിങ്ങനെ ഭയങ്കര ക്യൂ ആയിരുന്നു. അത്രയധികം വണ്ടികൾ നേരത്തെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര നേരത്തെ വന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ആദ്യം പോകുമ്പോൾ അധികം വാഹനങ്ങളുടെ സൗണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. അപ്പോൾ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ. മൈസൂർക്ക് ഞാൻ ഇതുവരെയും പോയിട്ടില്ല. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പോയപ്പോഴും എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇപ്പോഴാണെന്ന് തോന്നുന്നു സമയമായത്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഈ പോകുന്നത്. എനിക്കാണെങ്കിലോ ഈ കാടും പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ആന ഇറങ്ങണ സ്ഥലമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഏരിയയിലെത്തുമ്പോൾ ഓരോന്ന് ബോർഡുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മരങ്ങളുടെ ഇടയിലൊക്കെ കൂടെ ആനയോ ആനക്കൂട്ടത്തെയോ ഒക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒപ്പം കാടിൻ്റെ ഭംഗിയും കാണാം. എന്തൊരു ഭംഗിയല്ലേ! മഴ പെയ്ത ഉടനെ തന്നെ ആയതുകൊണ്ടേ, മഴക്കാലമൊക്കെ ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പും ചെറിയ പച്ചപ്പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല റൂട്ടാണ് കേട്ടോ. അത് കേട്ട് പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറെ വീഡിയോസൊന്നും അങ്ങനെ കണ്ടിട്ടല്ല പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നമ്മളെവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊന്നും കാണില്ല. അപ്പോൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ തല ഇങ്ങനെ തിരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബസ് കുറച്ചൊന്ന് സ്ലോ ആക്കി, അവിടെ ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് സ്ലോ ആക്കിയതാണ്. അപ്പോൾ അത് കാട്ടാനയല്ല, അവിടെ പാപ്പാനൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. അത് കാട്ടിൽ തടി പിടിക്കാനാണോ എന്താണെന്നറിയില്ല. അവിടെ നാട്ടാനയാണ് അതെന്തായാലും. അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്തിട്ട് അധികം ആവാത്ത കൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി ആകെ ചെളിവെള്ളം പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ആനക്കൂട്ടം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ, പക്ഷെ കണ്ടില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാനുകളൊക്കെ നിന്നിട്ട് ഇങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. എല്ലാവരും ആദ്യമായിട്ട് മാനിനെ കാണുന്ന പോലെ ആയ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം വണ്ടിയിൽ തലയൊക്കെ പുറത്തിട്ട് നോക്കിക്കൊണ്ട് നിന്നു. നമ്മളങ്ങനെയാണല്ലോ എപ്പോഴും അല്ലേ. ഇതുപോലെ പുറത്തൊക്കെ വെച്ചിട്ട് ആനയും കുതിരയും മാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കിപ്പോവും. അപ്പം ഞാൻ എന്തിനാ ഈ കാട് മുഴുവൻ ഇങ്ങനെ വീഡിയോ എടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എനിക്ക് ഈ കാടും മലകളും പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോയ വഴികളും കാഴ്ചകളൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണത്.
അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ അന്നത്തെ ആ ഒരു ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഓരോ സ്ഥലങ്ങളും ആ കാഴ്ചകളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്ന് കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് 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 നമ്മൾ അതൊക്കെ മറന്നു പോവും. അപ്പോൾ ഇതുപോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കതൊക്കെ ഓർക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഊട്ടിക്ക് പോണ ആ റോഡാണ് കേട്ടോ അത്. അവിടെ നിറയെ വാഗമരം പൂത്ത് നിൽക്കണ്ടായിരുന്നു. നമ്മുടെ ഗുൽമോഹർ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പൂവും കായൊക്കെ. ആ കായൊക്കെ എടുത്തിട്ട് അത് ഇങ്ങനെ നഖത്തിലൊക്കെ വച്ചിട്ട് ചെറുപ്പത്തിൽ അങ്ങനെ കളിക്കാറുണ്ടായിരുന്നു, യക്ഷിയുടെ നഖം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഓർമ്മയൊക്കെ വന്നു. കടുത്ത വേനലിൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയ ആ ഒരു മരങ്ങളിലൊക്കെ പതുക്കെ തളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും കണ്ടാൽ ഒരു ലോൺ സെറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ നിറച്ച് മാൻകൂട്ടം കേട്ടോ, പുല്ല് തിന്നാനായിട്ട് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നിറയെ മാനുകളുണ്ട്. ഇത്രയധികം മാനുകൾ ഈ ഒരു ഏരിയയിൽ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അത്രയും മാനുകളുണ്ട്. നല്ല രസമല്ലേ? എത്ര സ്വാതന്ത്ര്യമായിട്ട് അവരിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ വിചാരിച്ചു കേട്ടോ ഈ സമയത്ത് വല്ല കടുവയൊക്കെ വരുമോ, അപ്പോൾ നമുക്കും കടുവയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കണ്ടില്ല. ശരിക്കും കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു കാടും മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. ഞാനാണെങ്കിൽ എവിടെ യാത്ര പോകണമെങ്കിൽ എങ്ങനെയെങ്കിലും ആ സൈഡ് സീറ്റ് ഒന്ന് ഒപ്പിക്കും. എന്നിട്ട് വേണം നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വേറെ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട്. നല്ല രസമല്ലേ? അപ്പോൾ ഇത് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. അതിൻ്റെ ഷേപ്പൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാനൊരു വിധത്തിൽ എത്തിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ അതേ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കടുവയൊക്കെ ഉള്ള ഏരിയ ആണെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു കടുവയെങ്കിലും കാണുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ പോണ വഴി മുഴുവനും ഞാൻ കണ്ണെടുക്കാണ്ട് നോക്കിയിരുന്നിട്ടും കടുവയൊന്നും കണ്ടില്ല. അപ്പോൾ അതേ നമ്മൾ മൈസൂർ എത്താറായിട്ടുണ്ട്. നമ്മളെ കാടും കാഴ്ചകളൊക്കെ അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് അറിയില്ല, എന്നാലും അതും ഇഷ്ടമുള്ളൊരു കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചെന്ന് ഒരു ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയ വഴിക്ക് തന്നെ ആദ്യം കണ്ടത് ഒരു കാളയാണ്. പക്ഷെ പാവമാണ് കേട്ടോ. ആരെയും ഉപദ്രവിക്കാനോ നോക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് പക്ഷേ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ. പിന്നെ എല്ലാവരും ഒരു യാത്ര കഴിഞ്ഞതിൻ്റെ ഭയങ്കര ക്ഷീണത്തിൽ തന്നെയായിരുന്നു. ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായില്ലല്ലോ, അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇവിടെയാണ് തങ്ങാൻ പോകുന്നത്. അപ്പോൾ ഹോട്ടലിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്നിനി ഫ്രഷായിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും അത് കഴിഞ്ഞ് കറങ്ങാനൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായിട്ട് താഴെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണ് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബുഫേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ എടുത്ത് കഴിക്കാം. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇന്നലെ പരിചയപ്പെട്ട കുറച്ച് പേരൊക്കെ നമ്മളോട് ചിരിച്ച് കൈയൊക്കെ കാണിച്ചത്. അപ്പോൾ അവരുടെ അടുത്ത് ചിരിച്ചതാണ് ഞാൻ. അപ്പോൾ നമ്മളത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ടുള്ള ക്യൂ ആണത്. വേറെയും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ ബസ്സല്ലാണ്ട് വേറെ ടൂറിസ്റ്റ് ബസ്സുകളും വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. അപ്പം ഞാൻ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്വീറ്റ് കേസരിയാണ് കേട്ടോ വിളമ്പിയത്. കേസരി എൻ്റെ ഫേവറേറ്റാണ്. ഞാനും സച്ചുവൊന്നും രാവിലെ പൂരി കഴിക്കില്ല കേട്ടോ. പൂരി എണ്ണയിൽ വറുത്തെടുക്കണാരം കൊണ്ട് നമുക്ക് യാത്രയും കൂടി ആകുമ്പോഴേ വോമിറ്റിങ്ങൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഇടിയപ്പമാണ് എടുത്തത്. ഇടിയപ്പം, കടലക്കറി, ദോശ, പിന്നെന്താ വേറെ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു, പേരൊന്നും അറിഞ്ഞൂടാ. പിന്നെ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ചിലത് ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമില്ല,
നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. പക്ഷേ ചായ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളി ചായയായിരുന്നു. അപ്പോൾ ഞാൻ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്ത് കടന്നു. പിന്നെ എല്ലാവരും കൂടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ പുറത്തുനിന്ന് എടുത്തു. പിന്നെ അതേ ഞങ്ങൾ ഇപ്പോൾ സൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു. അങ്ങനെ മൈസൂർ കാണേൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ എൻ്റെ മുഖത്തുള്ളത്. നമ്മളപ്പോൾ സൂ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ നിർത്തി നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങി. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു വണ്ടിയുടെ മുന്നിൽ നിന്നിട്ട്. ആ ബസ്സും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരും ഒരു ഫ്രെയിമിൽ കൊണ്ടു. പിന്നെ നമ്മൾ സൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് മൈസൂർ സൂ കാണാം. മിക്കവാറും ഒരുപാട് പേര് ആൾക്കാരും കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടായതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിലേക്കൂടെ പോയിട്ട് വേണം നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാനായിട്ട്. മാഷും ടീച്ചറും കുറേ ദിവസമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരെയും ഇതുപോലൊരു യാത്രയ്ക്ക് റെഡിയാക്കിയതും അതുപോലെ എല്ലാ കാര്യവും ഓർഗനൈസ് ചെയ്തതും ഒക്കെ അവരാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വക ടെൻഷനും ഇല്ലാണ്ട് യാത്ര ആസ്വദിക്കാൻ പറ്റിയതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ നമ്മളെല്ലാവരും, അതുപോലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് കേട്ടോ ഉള്ളത്, 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. ചെല്ലുമ്പോൾ തന്നെ മഹാലക്ഷ്മിയുടെ ഒരു വിഗ്രഹമാണ് കണ്ടത്. അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ കൂടുതൽ മെമ്പേഴ്സുള്ള കാരണം കൊണ്ട് നമുക്ക് കുറച്ച് നേരം അങ്ങനെ ക്യൂ ആയിട്ട് നിന്നിട്ട് വേണ്ടി വന്നു കയറാനായിട്ട്. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. സ്കൂൾ വെക്കേഷൻ അവസാനിക്കാറായ ദിവസങ്ങളും അതുപോലെ വീക്കെൻഡൊക്കെ അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയൊക്കെ തിരക്കുണ്ടെങ്കിൽ പോലും നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. പ്ലാസ്റ്റിക് കവറുകളും ബാഗുകളും അതുപോലെ മിഠായി കവറുകളും ഒന്നും നമുക്ക് ഉള്ളിലേക്ക് കയറ്റാനായിട്ട് അവർ അനുവദിക്കില്ല. അപ്പോൾ മിഠായിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കളഞ്ഞിട്ട് വേണ്ടി വരും നമുക്ക് കയറാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്താണ് തിരക്ക് കൂട്ടണേന്ന് നോക്കിയതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ മയിൽ പീലി വിരിച്ച് ആടണ കണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വെള്ളമയിലിനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ബുക്കിൻ്റെ എന്താ പറയുക കവറുമലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പിന്നെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ വിചാരിച്ചത് അതിങ്ങനെ ക്രിയേറ്റ് ചെയ്തതായിരിക്കും എഡിറ്റിംഗ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അത്ഭുതമായിപ്പോയി. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സമയത്താണ് ഞങ്ങൾ എത്തിയത്. പീലിയൊക്കെ വിരിച്ച് ഇങ്ങനെ ആടി നിൽക്കുകയായിരുന്നു. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം അത് കണ്ട് സമയം പോയിട്ടാ. ഒരുപാട് ദൂരം കാണാനുണ്ട്, അത്രയധികം സ്ഥലമുണ്ട്. ശരിക്കും ഇവരെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നാൽ തന്നെ സമയം പോണത് അറിയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്കിങ്ങനെ പരിചയമില്ലാത്ത ജീവികളൊക്കെ ആവുമ്പോൾ അത് കണ്ടാസ്വദിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമല്ലേ. കണ്ടമാനം പക്ഷികളുണ്ട് കേട്ടോ, പലതരത്തിലുള്ള പക്ഷികളുണ്ട്, പല കളറുകൾ, പല ഷേപ്പുകൾ, പലതരത്തിലുള്ള കൊക്കുകൾ, അങ്ങനെ എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പക്ഷികളുണ്ട്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കാടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതൊക്കെ അത്യാവശ്യം മരച്ചില്ലകളും ചെടികളും ഒക്കെ വച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കാടിൻ്റെ ഫീല് കിട്ടുകയും ചെയ്യും. പിന്നെ ഓരോ പക്ഷികളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബോർഡ് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പക്ഷികളെയൊക്കെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ബോർഡൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഓടിപ്പോരുകയാണ് ചെയ്തത്. പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല പരിചയഭാവത്തിൽ വന്നിട്ട് തോളിലൊക്കെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ പോലെയാണ് ആൾ ഈ പക്ഷികൾക്കൊക്കെ ഫീഡ് ചെയ്യണത്.
പിന്നെ ഞാനിവിടെ മലമുഴക്കി വേഴാമ്പലിനെ കണ്ടു. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് നേരിട്ട് കാണുന്നത്. നമ്മൾ ഫോട്ടോയിലൂടെ മാത്രമൊക്കെ കണ്ടു പരിചയമുള്ള ആ ഒരു പക്ഷി എന്തൊരു വലിപ്പമാണെന്നറിയോ. ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ് അത് മനസ്സിലാവുക. ശരിക്കും ഒരു കാടിനകത്തെ കൂടെ നടക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. ഇവിടെ അത്ര അധികം മരങ്ങളും നല്ല തണലൊക്കെയായിരുന്നു. ഇവിടെ ഇങ്ങനെ ആ ഒരു നടപ്പാതയിൽ പന്തലൊക്കെ ഇട്ടേക്കണുണ്ടോ. ശരിക്കും നമ്മുടെ ആ ഒരു പഴയ കൾച്ചറിനേക്ക് എനിക്ക് ഓർമ്മ വന്നു. കാരണം എന്താ മരവും അതുപോലെ ഓലയൊക്കെ മേഞ്ഞിട്ട് നല്ല രസമുണ്ടിട്ട് നല്ല ഒരു കൂളിംഗ് ആയിരുന്നു ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്, നല്ല തണലും. ഇപ്പം നമ്മൾ കടുവയെ കാണാനാണ് കേട്ടോ പോണത്. ഇവിടെ നല്ല തിരക്ക് തന്നെയാണ്. അത്യാവശ്യം എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കണ്. ഞാൻ അതിനിടയിൽ കൂടെയൊക്കെ ഒന്ന് നുഴഞ്ഞ് കയറി ഇതാ ഒരു പുലി വരണത് ദൂരേന്ന് ഇങ്ങനെ കണ്ടു, അത്രേ ഉള്ളൂ. ക്യാമറയിലൊക്കെ എത്രത്തോളം എത്തി എന്നുള്ളത് അറിയില്ല. പിന്നെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അതേ കിടങ്ങുകളൊക്കെ കണ്ടോ. ഇതൊക്കെ പുലിയുടെ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. ഒന്നും കണ്ടില്ല, അപ്പുറത്തിപ്പുറത്തോ മറഞ്ഞ് നിൽക്കുകയെന്ന് തോന്നുന്നുണ്ട്. അതാ വരുന്നുണ്ട് ഒരാൾ, അറ്റത്തുനിന്ന് വരുന്നുണ്ട്. എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല, സൂം ചെയ്തിട്ട് ഇത്രേ എനിക്ക് കിട്ടുന്നുള്ളൂ. റൈറ്റ് സൈഡിൽ കൂടെ ഒരു കടുവ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പീസ്ഫുള്ളായ ഇടങ്ങൾ ഇവിടെ ഉണ്ട്, നിറയെ മരങ്ങളും തണലൊക്കെ ആയിട്ട്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ഒന്നും ഇതിനകത്ത് കയറ്റാത്തത് തന്നെ ആ ഒരു പരിസരമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അത്ര നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇത്രയധികം ആൾക്കാരൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ അല്ലേ, മിഠായി കവറൊക്കെ അവിടെ ഇവിടേക്ക് ഇടുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ല ഇവിടെ. അത്ര നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം ഇവിടെ വന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനൊരു പ്രത്യേക സുഖമായിരിക്കും കേട്ടോ. അത്രയും രസമായിരിക്കും. തിരക്കൊന്നുമില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ കഥകളും കവിതകളൊക്കെ എഴുതണവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കണവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. കണ്ടുപരിചയവും കേട്ടുപരിചയവും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പക്ഷികളും മൃഗങ്ങളെയൊക്കെ കണ്ടു കേട്ടോ. മൃഗങ്ങളെയൊക്കെ നമുക്ക് അത്യാവശ്യം പരിചയമുണ്ട്, പക്ഷേ പക്ഷികളൊക്കെ നമുക്ക് പലതും അത്ഭുതമായിരുന്നു. പിന്നെ ദാ ഒരു സിംഹത്തിൻ്റെ മടയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആളവിടെ റെസ്റ്റ് എടുക്കുകയാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ മൺതിട്ടയുടെ മുകളിൽ ഇങ്ങനെ രാജാവ് കിടക്കുകയാണ്. എന്താ രസമല്ലേ കാണാനായിട്ട് ദൂരത്തുനിന്ന്. അപ്പോൾ ദേ വേറൊരാൾ അറ്റത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് നേരം കളയാൻ നല്ല രസമാണ്. നേരം പോണതേ അറിയില്ല. ഇപ്പുറത്ത് കിടങ്ങൊക്കെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങോട്ട് ഓടിയെത്തില്ല. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നല്ല കൗതുകമാണ്. അപ്പോൾ ഇവിടെ ഗോറില്ലയുടെ താമസ സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അവർക്ക് ചാടിക്കളിക്കാനായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടിലാണ് എന്നുള്ളൊരു ഫീലില്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് കേട്ടോ ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇഷ്ടംപോലെ നടക്കാൻ സ്ഥലമുണ്ട്. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇത്ര കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഗൊറില്ലകളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ നിറയെ മുളകളാണ് കേട്ടോ, കംപ്ലീറ്റ് മുളം കാടുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ. പിന്നെ നല്ല ക്ലൈമറ്റായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോരുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഭയങ്കര മഴയായിരുന്നു. ശരിക്കും ട്രിപ്പ് നടക്കുമെന്ന് തന്നെ വിചാരിച്ചിരുന്ന സമയത്ത് രണ്ടും കൽപ്പിച്ച് പോകുന്നതൊന്നും അറിയില്ല, അതുപോലെ വന്നതാണ്. പക്ഷേ ഇവിടെ നല്ല ക്ലൈമറ്റായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. എന്തോരം സ്ഥലമല്ലേ, നല്ലോണം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളവിടെ ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് കക്ഷി, ഒരു സിംഹവാലൻ കുരങ്ങാണ് അത്. അവിടെ ഒളിച്ച് നിൽക്കുകയായിരുന്നു.
ഇപ്പോൾ ദേ ഒരു ഗോറില്ല സ്റ്റാച്ചു ആയിട്ട് നിൽക്കേണ്ട ഒരു മരം മുറിച്ചതിൻ്റെ മുകളിൽ കുറേ നേരം അവൻ സ്റ്റാച്ചു ആയിട്ട് നിന്നതിന് ശേഷം ഞങ്ങളിങ്ങോട്ട് പോരാൻ തിരിഞ്ഞപ്പോഴാണ് അവിടെ സർക്കസൊക്കെ കാണിക്കാൻ തുടങ്ങിയത്. കൂടെ വന്നവരൊന്നും കണ്ടില്ല കേട്ടോ, എല്ലാവരും പല വഴിക്കും പോയി. നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോ മരങ്ങളും ചെടികളൊക്കെ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ചന്ദനമരം കേട്ടോ അവിടെ കാണുന്നത്. ഓരോന്നും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദനമരം കണ്ടപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതാണ്. എഴുതി വെച്ചിട്ടുണ്ട് ഓരോ മരം എന്താണ് എന്നൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ നടന്ന് മതിയായി എത്താറായില്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. ശരിക്കും കാഴ്ചകൾ കണ്ട് നടക്കണോണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം അത്ര രസമുള്ള കാഴ്ചകളായിരുന്നല്ലോ കണ്ടുകൊണ്ടിരിക്കണത്. ഇതൊരു വലിയ ഗൊറില്ലയുടെ താമസ സ്ഥലമാണ് കേട്ടോ. അതവിടെ അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്നു, പിന്നീടാണ് കണ്ടത്. ഓരോ മൃഗങ്ങൾക്കും യോജിച്ച രീതിയിൽ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് ഓരോ ഏരിയയും ഒരുക്കിയിട്ടുള്ളത്. ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. കുരങ്ങന്മാർക്ക് കുറേ ചാടിക്കളിക്കാനും അങ്ങനെ എന്താ പറയുക മരത്തിലൊക്കെ തൂങ്ങി നടക്കാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കെയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ജീവികളെയും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തേക്കണത്. നോക്കൂ, നല്ലൊരു ആൽമരമല്ല, എന്താ പറയുക, പേരാലാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ആ ഒരു പന്തലൊക്കെ നല്ല രസമാണ് കേട്ടോ അതിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്. ഈ ഗൊറില്ല ഉണ്ടല്ലോ ഭയങ്കര കുറുമ്പനാട്ടാ. അത് ഞങ്ങളെ കണ്ടപ്പോൾ ആദ്യം അപ്പുറത്തേക്ക് പോയി, പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ അടുത്തെത്തുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഉണ്ട് പിണങ്ങിയിരിക്കണ പോലെ അതിൻ്റെ പിന്നിൽ പോയി ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്ത് വന്ന് ഇരുന്നു. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഇവരുടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനായിട്ട്. ഒരുപാട് ദൂരം നടക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ബഗ്ഗീസ് ഉണ്ട്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കയറിയിട്ടാണെങ്കിലും നടക്കാണ്ട് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ഇപ്പോൾ ചിലർക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടാവും, പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഇത്ര ദൂരം നടന്ന് കാണാൻ പറ്റില്ല. പക്ഷേ കാണുകയും വേണം. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാണ്. കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അതും അവരെയൊക്കെ എടുത്ത് നടക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടല്ലോ. അപ്പോൾ നിറയെ മരങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് കടക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇനിയുണ്ട് ഒരുപാട് ദൂരം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് ദേ അടുത്തത് ആരാന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ നോക്കിയിട്ടാ ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ സീബ്രാസ് ആണുള്ളത്. അറ്റത്ത് കണ്ടോ സീബ്രകൾ? കുറേ സ്ഥലമുണ്ട് കേട്ടോ അവർക്ക്. അതിൻ്റെ നടുക്കായിട്ടാണ് ഇതുപോലെ ഒരു ഷെഡ് കെട്ടിയിട്ടുള്ളത്. കാല് കഴിക്കുകയാണെങ്കിൽ ഇരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാർക്ക് ബെഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ദേ അടുത്തൊരു ഗൊറില്ലക്കുട്ടൻ്റെ കൂടിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ കുറച്ച് പേരൊക്കെ അതിൻ്റെ മുകളിൽ സർക്കസ് കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ആരാണ് എന്ത് ഇതിൻ്റെ താവളാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുറേ എത്തിയപ്പോഴേക്കും ആൾക്കാരൊന്നും ഇല്ല ഈ ഭാഗത്ത്, ഇവരൊക്കെ എത്തുന്നുള്ളൂ. അപ്പോൾ ദേ ഒരു കരടി അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സൗണ്ട് കരയണ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്താവോ. അങ്ങനെ ഇത് എന്തിൻ്റെ താവളാണെന്ന് അറിയില്ല. നിറയെ എന്താ പറയുക സ്ഥലമുണ്ട്. അപ്പോഴാണ് ദേ ഇവിടെ ഒരു ഹൈനയെ കണ്ടത്. കാണുമ്പോൾ എനിക്ക് വിജയുടെ സിനിമയാണ് ഓർമ്മ വരണേ. ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയിട്ട കൽമണ്ഡപങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഒരു കുളമായിട്ടാണ് തോന്നിയത്. അതിൻ്റെ നടുക്കൊരു കിണർ പോലെയൊക്കെ ഉണ്ട്, ഫൗണ്ടനോ എന്തോ ആണെന്ന് തോന്നുന്നു, അറിയില്ല. നല്ല ഭംഗിയുണ്ട് കൽപ്പടവുകളൊക്കെ ആയിട്ട്. പിന്നെ ഇത് ഇവിടെ കുറേ സ്ഥലത്ത് മാനുകളാണ്, മ്ലാവുകളാണ് കേട്ടോ, മാനല്ല. ഇവിടെ മാനുകളാണ്.
മാനുകളൊക്കെ നമ്മൾ വരണ വഴിക്ക് കണ്ണിറച്ച് കണ്ടതാണ്. എന്നാലും മാനുകളൊക്കെ കാണുമ്പോൾ വീണ്ടും ഒന്ന് നോക്കി നിൽക്കുമായിരുന്നു. നടന്ന് നടന്ന് ഞാൻ പിന്നിലായി പോയിട്ടാ. കുറേ ദൂരമൊക്കെ എത്തി വന്നപ്പോൾ പിന്നെ ആ ഒരു സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ഇവിടെ നിറയെ മാനുകളുണ്ട് കേട്ടോ. നേരത്തെ പുള്ളിമാനെയാണ് കണ്ടത്. ഇത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള മാനാണ്. ഇതിന് പുള്ളികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെന്നത് ആനകളുടെ അടുത്താണ്. അപ്പോൾ ഇവിടെ 2 ആനകൾ ഇങ്ങനെ കമ്പനി അടിച്ച് നിൽക്കുന്നുണ്ട്. ഭയങ്കര വർത്താനമൊക്കെ ആയിരുന്നു. പിന്നെന്താ, ഇവിടെ കാട്ടുപോത്തുകളാണ് ഇവിടെ കാണുന്നത്. അവരിങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്കും മേഞ്ഞ് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്നെത്തിയത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ദാ നിൽക്കണു 2 ഗൊറില്ലകളാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന 2 കുഞ്ഞു മക്കൾ വളരെ നിഷ്കളങ്കമായിട്ട് അവരുടെ പാരൻസിനോട് ചോദിച്ചത് കേട്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആ ഒരു മാറ്റങ്ങളാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കണമുണ്ടോ? ഇവിടെ നിറയെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു കുറുമ്പൻ നല്ല പണിയിലാണ്. ആ പൂവും മരമൊക്കെ ഇങ്ങനെ പറിക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു. എന്തൊരു നീളമുള്ള കൊമ്പാണല്ലേ. നമ്മുടെ നാട്ടാനയ്ക്കൊന്നും ഇതുപോലെ വലിയ കൊമ്പൊന്നും കണ്ടിട്ടില്ല. ഒരു കരടിക്കുട്ടനെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അവൻ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ഇതാ വേറൊരാളിങ്ങനെ കൂട്ടിൽ കുറുമ്പ് കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ്. അവർക്ക് ചാടി ഓടി കളിക്കാനൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളും ഇതുപോലെയൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആനയുടെ ആ ഒരു ഏരിയ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താ പറയുക, സ്നാക്കിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ അത്ര തിരക്കാണ്. ഇവിടെ സൂയിൽ വന്നിട്ടുള്ള ഭൂരിഭാഗം പേരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരൊക്കെ സ്നാക്കൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളും ചെന്നു. അവിടുത്തെ സ്പെഷ്യൽ കുൽഫി വാങ്ങി. ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് തൊണ്ട വേദന ഉള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ പോലും. പിന്നെ ഇവിടെ ഹിപ്പോ ഉണ്ട്. പിന്നെ ഇവിടെ നിറയെ മരങ്ങളും അതുപോലെ ഇതിൽ മുതലൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിറയെ പായലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു മൃഗശാലയാണെന്നൊന്നും തോന്നുകയില്ല. അത്രയും രസമായിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സ്നേക്ക് പാർക്കും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാനൊന്നും വലിയ ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണത്. എങ്കിലും ജസ്റ്റ് എല്ലാവരും പോയപ്പോൾ ഒന്ന് കൂടെ പോയി ഇങ്ങനെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നോക്കാൻ തന്നെ ഒരു പേടിയാണ്. പിന്നെ ചിലരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. വള്ളി ഏതാണ് പാമ്പ് ഏതാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയില്ല. അതുപോലെയാണ് കേട്ടോ കുറേ ടൈപ്പ് ഒക്കെ. അപ്പോൾ ഇവിടെ അധികം നോക്കാനൊന്നും നിന്നില്ല. വേഗം തന്നെ പോയി ഈ ഒരു ഭാഗത്തുനിന്ന്. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് അടുക്കാറായിട്ടുണ്ട്. അത്രയും ദൂരം നടന്നു. പിന്നെ ഉണ്ടല്ലോ ഈ തണലും അതുപോലെ ഇങ്ങനെ കയറി നിൽക്കാനുള്ള ഒരു ഇടമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും ടയേർഡായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ അതേ ഒരു പ്ലാവ് കണ്ടു. ഇതിൻ്റെ കടക്കിൽ മാത്രം, കട എന്നല്ല പറയുക, ഏറ്റവും താഴെ മാത്രം നിറയെ ചക്ക. അതും നമ്മുടെ നാട്ടിലെ ഷേപ്പല്ല കേട്ടോ ചക്കയ്ക്ക് ഇങ്ങനെ കുറേ കർവുകളായിട്ടുള്ള ഒരു ചക്ക. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തതാണേ. അങ്ങനെ ജിറാഫിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പോരുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മളവിടെ ഏമു നിൽക്കണത് കണ്ടത്. അപ്പം ഇത് ഏമുവിൻ്റെ ഏരിയയാണ്.
എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ ഒന്ന് തിരിഞ്ഞ് വന്നപ്പോഴേക്കും ദേ നിൽക്കണു ജിറാഫ്. അപ്പോൾ ജിറാഫിനെ ഞാൻ പണ്ട് തിരുവനന്തപുരം മൃഗശാലയിൽ ഞങ്ങൾക്കന്ന് സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ കയറാനൊന്നും പറ്റിയില്ല. പക്ഷേ ജിറാഫിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് മതിലിൻ്റെ അവിടെ നിന്ന് തല പുറത്തേക്ക് കണ്ടതുകൊണ്ട് മാത്രം നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ജീവിയാണിത്. എന്തൊരു ഹൈറ്റാല്ലേ, നല്ല രസമുണ്ടിട്ട് ഇങ്ങനെ നടക്കണ കാണാനായിട്ട്. ശരിക്കും ആനിമൽ പ്ലാനറ്റിലും ഡിസ്കവറി ചാനലിലൊക്കെ ഉണ്ടാകും കൂടുതലും ഇങ്ങനെ ജിറാഫിനൊക്കെ കാണൽ. നമ്മുടെ ഇവിടെ തൃശ്ശൂർ മൃഗശാലയിലൊന്നും ഇല്ല, ഇപ്പോൾ പുതിയതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, പോയിട്ടില്ല അങ്ങോട്ട്. പിന്നെ ദേ ഒരു എന്താ പറയുക, നമ്മളങ്ങനെ എക്സിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി അവിടെ നിന്നിട്ട് ഇനി എല്ലാവർക്കും വിശപ്പായി, കാരണം ഉച്ചസമയമായിട്ടോ. അപ്പോൾ അത്രയും നടന്നതിൻ്റെ ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉച്ചക്കലത്തെ ലഞ്ചൊന്നും ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.